I'm Sprig. Welcome to my YouTube channel, Kerala Cuisine. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിന്ന് വന്നിരിക്കുന്നത് മത്തങ്ങയും പയറും വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി എരിശ്ശേരിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്കൊരു അടിപൊളി മത്തങ്ങയും പയറും കൂടിയിട്ടുള്ള എലിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പയറാണ് കേട്ടോ ഇത്. നമ്മൾ തലേദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള പയർ നല്ല പോലെ കഴുകിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. പയറൊക്കെ വേവിക്കാൻ വെക്കുമ്പോൾ എപ്പോഴും പയറിൻ്റെ മേലെ വെള്ളം നിൽക്കുന്നതാട്ടോ നല്ലത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യം വരികയാണെങ്കിൽ അവസാനം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇത് പ്രഷർ കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ കിട്ടുന്ന പയർ 2 വിസിലൊക്കെ നന്നായിട്ട് കുക്കായി വരാറുണ്ട്. ഓരോ സ്ഥലത്ത് കിട്ടുന്ന പയറിന്റെ വേവ് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അതനുസരിച്ചിട്ട് പയറൊക്കെ വെവിച്ചെടുക്കുക. ഇപ്പൊ നമ്മുടെ പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കിലോ മത്തങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒന്നും കൂടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മൾ നേരത്തെ പയർ വേവിക്കാൻ വെച്ചപ്പോൾ ഉള്ള വെള്ളം ഇതിലുണ്ട്. അപ്പം ഞാനിനി എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമുക്കിത് കുക്കർ മൂടി വെച്ചിട്ട് 1 വിസിലിൽ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി ഈ മത്തങ്ങയൊക്കെ വെന്ത് വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം. ഞാൻ 240 ml കപ്പാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ചെറിയ ഉള്ളി, 1 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്. ഇത് ഇവിടെ ഉണ്ടായിട്ടുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് കേട്ടോ ഈ കളറ്. 1 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 4 ഇതള് കറിവേപ്പില. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. എലിശ്ശേരിക്കായതുകൊണ്ട് തന്നെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ടൈമിൽ നമ്മുടെ മത്തങ്ങയും പയറും വേവിച്ചതിൻ്റെ വിസിലൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് തുറന്നു നോക്കാം. ഇതാ ഇപ്പോൾ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ അരപ്പില്ലേ അതുകൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി ഇനി ഇതൊരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് ഒന്ന് തിളയ്ക്കട്ടെ. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് തിളച്ച് നമ്മൾ ചേർത്ത ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി പാകമായിട്ട് വരട്ടെ. ഇതപ്പോൾ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിന് ശേഷം ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ നാളികേരം കൂടെ ചേർത്തിട്ട് ഇതെല്ലാം ഒരു ബ്രൗൺ കളറായി വരുന്ന വരെ ഇളക്കി കൊടുക്കുക. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. കാരണം ഓൾറെഡി നമ്മുടെ പാനൊക്കെ നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നാളികേരം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു പാകമാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് കറിയിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മത്തങ്ങ എലിശ്ശേരി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ എല്ലാവർക്കും മത്തങ്ങയും പയറും എലിശ്ശേരി ഇഷ്ടമായെന്ന് കരുതുന്നത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.